അടിപൊളി സാധനം. എന്റെ പൊന്നു, സുരാജേട്ടന്റെ ഏറ്റവും നല്ല ഒരു ഇതാവും. പടം തിയേറ്ററിൽ തന്നെ പോയി കാണാം. എന്റെ ചിരിയ നല്ല പൊന്നെ. അതിലൊരു 1-2 സീനുകളുണ്ട്, അത് മാത്രം മതി ആ പടത്തിന്റെ ഹൈലൈറ്റ്. കോമഡി പ്രത്യേകിച്ച് സിറ്റുവേഷൻ കോമഡി ഉള്ളൂ, അത് ഇപ്പോഴും പറഞ്ഞേക്കാം. ഒരു ഫാമിലി പെണ്ണാണ്, ബാക്കി എല്ലാം വെടിയും പോകുകയാണല്ലോ. ഒരു ഫാമിലി സിനിമ കേട്ടോ, കുഴപ്പമില്ല. കണ്ടുകൊണ്ടിരിക്കുക നല്ലൊരു പടം. അതായത് സുരാജിന്റെ ഈ എക്സ്പ്രഷൻ ഒക്കെ മാറുന്ന പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാര്യം പെട്ടെന്നാണ് മാറുന്നത്. ഒരു സീരിയസ് റോള് പെട്ടെന്ന് കോമഡി ചിരിച്ച് ഭയങ്കര കണ്ടുകൊണ്ടിരിക്കണം. മസ്റ്റ് വാച്ച് ഫിലിമാണ്, എന്തായാലും കാണണം. അതായത് നമ്മൾ ഇരുന്ന് പോകും. അതായത് കോമഡി പടം, ഒരു ബോറടി ഒന്നും ഇല്ലാത്തൊരു പടം. നൈസ് പടം. ഞാൻ കുറെ നാളെ കോമഡി പടം കണ്ടു. നൈസ് പടം. കോമഡിയാണ്, പക്ഷെ ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ സ്റ്റാർട്ട് ചെയ്ത് നല്ല കോമഡി ആയിട്ടുള്ള പരിപാടിയാണ്. സൂപ്പർ ഗംഭീര പടം, ഗംഭീര. ഓടിച്ചാനി കോമഡി ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കോമഡി തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു സുരാജേട്ടൻ തകർത്ത് അടിപൊളി. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫൺ എന്റർടൈൻമെന്റ്. സുരാജിന്റെ ഒരു 1 man ഷോ ആണ്. കാരണം 2 ഗെറ്റബിളുണ്ട്, താടിയില്ലാത്ത നമ്മൾ ട്രെയിലർ കണ്ടാണ്. സോ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു സൈക്കോ, ട്രാൻസിഷൻ, കോമഡി എല്ലാം കോമഡീസ്, സിറ്റുവേഷൻ കോമഡീസ് ആണ്. ഔട്ട് ആൻഡ് ഔട്ട് സുരാജ് 1 man ഷോ. ബാക്കി എല്ലാവരും ഫാമിലി, ആകെപ്പെടെ ഒരു 10 ക്യാരക്ടേഴ്സ് അവരുടെ കഥ പറയണം. ഡോക്ടർ, അവരുടെ ഫാമിലി, ഇതൊക്കെ അതൊക്കെ അത്യാവശ്യം നോക്കണ്ടായിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ കാണാൻ, ഫാമിലി ആയിട്ട് ക്രിസ്മസിന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവി ആയിരിക്കും. അതാണ് ഞാൻ ക്ലൈമാക്സ് പറഞ്ഞത്. എനിക്ക് വേറൊരു ഫുൾ ഫോം കൂടി ഉണ്ട്. അത് പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ആ പുള്ളിയുടെ ഒരു ചിരി കൂടി തിയേറ്ററിൽ വന്ന് കണ്ടാണ് ക്ലൈമാക്സ് പറയണം. സോ സുരാജേട്ടൻ ഇങ്ങനത്തെ ഒരു മൂവി, ഇങ്ങനത്തെ ഒരു റോൾ ചെയ്തിട്ടുണ്ടാവില്ല അധികം. പുള്ളിക്ക് ഒരുപാട് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ട് കിഡ്ലൻ റോളായിരുന്നു. സോ അതിനെ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സൈക്കോഡ, അതുപോലെ തന്നെ ഒരു കോമഡി ഉണ്ട്, എന്നൊരു ജെന്റിൽമാൻ ഉണ്ട്. എക്സ്ട്രാ ഡീസന്റ് ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്.